ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു കൈപ്പിടി പരിപ്പ് വേണം. പരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നമ്മുടെ ഒരു കൈക്കുള്ളിൽ കൊള്ളുന്ന അത്രയും പരിപ്പാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വാരി നികക്കെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ല 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഞാൻ തലേന്ന് പറിച്ച് വെച്ചേർന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പറിനകത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇല ഉതിർത്തിയെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ കുറേ നമുക്ക് ഈ പേപ്പറിനകത്തേക്ക് ചാടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഊർത്തി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കൈപ്പിടി നന്നായിട്ട് തന്നെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില ഇച്ചിരിയോടെ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു അളവിനാണ് പറയണത് കേട്ടോ. അപ്പം ചിലപ്പം മുരിങ്ങയിലയുടെ കയ്പ്പ് ഒത്തിരി ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു അളവിൽ തന്നെ ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതിനുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ, അതിനകത്തേക്ക് ഒരു 2 ചുവന്നുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഒരു ലേശം ജീരകം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മുരിങ്ങയില നന്നായി കഴുകി വാരി എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങയില പതിയൊന്ന് വാടി വരണം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നമ്മളിതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് തുറക്കുമ്പോഴത്തേക്കും മുരിങ്ങയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. അപ്പോൾ മുരിങ്ങയില കറി വയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്കറികൾ കറി വയ്ക്കുമ്പം ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആദ്യം കറിക്കകത്ത് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി മുരിങ്ങയില നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ ഇച്ചിരി കുറുകി വരുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി ലൂസായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ല അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട്. നമ്മളിത് സ്റ്റൗ ഓഫാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം കുറുകി വരും. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്കിതിനുള്ള കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിനകത്തേക്ക് ഒരിത്തിരി കടുക് ഇടുക, പിന്നെ കറിവേപ്പില ഇടുക, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2 എണ്ണം ഒടിച്ചിട്ടാൽ നല്ലതാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനൊരു നുള്ള് മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ. അതായത് കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് തുറക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് മുരിങ്ങയില കറിയാണ് ഇന്ന് തയ്യാറാക്കിയത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്